ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ ഷാനവാസിനെ കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. അങ്ങനെ ഇപ്പൊ നെവിൻ അക്ബറിന്റെയും സാബുമാന്റെ അടുത്തായിട്ട് പറയുന്നു, ഷാനവാസിന് എന്റെ അടുത്തുള്ള വരവ് പണ്ട് മുതലേ ഉള്ളതാണ്, അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്റെ അടുത്തേക്ക് വന്നു, ഞാൻ പ്രതികരിച്ചു. ആ ഒരു ദേഷ്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ്, അല്ലാതെ അയാളുടെ ഹൃദയത്തിലേക്ക് എടുത്തിടണം എന്ന് വെച്ചിട്ടല്ല ഞാൻ അതപ്പോൾ എടുത്തിട്ടത്. അതും മെല്ലെയാണ് ഇട്ടത്. അപ്പോൾ അക്ബർ പറയും, അത് ഞങ്ങൾ കണ്ടതാടാ എന്നെല്ലാം പറയുമ്പോൾ നെവിൻ പറയുന്നുണ്ട്, അവസാനം വരുമ്പോൾ ഞാൻ കൊല്ലാൻ നോക്കി എന്നൊരു സംസാരമാണ്, അത് ഞാൻ ഇവിടെ ഇപ്പൊ കേട്ടു. അപ്പൊ സാബുമാൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആരും കരുതില്ലടാ, നീ അത്രയ്ക്ക് ക്രൂരനൊന്നുമല്ല, ആരും എന്തായാലും കൊല്ലാൻ നോക്കിയെന്നൊന്നും വിചാരിക്കില്ല. അപ്പോൾ നെവിൻ പറയും, ഞാൻ അനുമോളെ ചൊറിയാൻ കാരണം അവള് ചില ടൈമിൽ നീ ആണാണോ നീ മറ്റേതാണോ എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്ക് ഗെയിമിന്റെ ഭാഗമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അവളെ ചൊറിയുന്നത്. അവൾ ഓരോന്ന് പറയുമ്പോൾ എന്റെ പ്രതികരണം കൂടി അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഗഡ്സ് കൂടി അവൾക്ക് വേണം. ഞാനിവിടെ ഹീറോയിസം കളിക്കാനൊന്നല്ല വന്നത്, എനിക്കുണ്ടല്ലോ ഫീലിങ്സ് എന്നെല്ലാം അവിടെ നെവിൻ പറയും. അതുപോലെ തന്നെ നെവിൻ പറയുന്നുണ്ട്, ഞാൻ അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ആസ് എ ഗെയിമർ എന്ന നിലയിൽ ഞാൻ ഇപ്പോഴും അനുമോളെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു വൃത്തികെട്ട ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത സ്ത്രീ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അവൾ എന്നെ പറഞ്ഞ പല കാര്യങ്ങളിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നൊക്കെ നെവിൻ അവിടെ കട്ടക്കലിപ്പിൽ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ നെവിൻ നല്ലൊരു അടിപൊളി ഗെയിമർ ആയിരുന്നു. പെട്ടെന്നാണ് നെവിന്റെ ഗെയിം പ്ലാൻ പോലും മാറിപ്പോയത്. അതോടുകൂടി ഇഷ്ടപ്പെട്ടവരെല്ലാം നെവിനെ അഗേൻസ്റ്റ് ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്തായാലും ഈ ആഴ്ച ലാലേട്ടൻ വരുമ്പോൾ നെവിൻ എയറിലായിരിക്കും. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.